ആശാന്റെ കാൽ തല്ലിയൊടിച്ചതാര്? ഫൈനൽ പാർട്ട്. നേരം പരപരാന്ന് പലർന്ന്. അതെ, അതൊരു തണുത്ത വെളുപ്പാങ്കല്ലായിരുന്നു. ഈ തണുപ്പത്ത് ട്രൗസർ ഇട്ട് ഷട്ടിൽ കളിക്കാൻ ഇവർക്ക് വല്ല തകരാറുണ്ടോ എന്ന് കരുതി സ്വയം ആശ്വസിച്ച് പ്രകൃതി രമണിയൊക്കെ കണ്ട് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒടുക്കത്തെ ഫോട്ടോ ഫിനിഷുള്ള സ്ഥലത്തൂടെ CID മൂസിലെ ബിന്ദു പണിക്കരെ പോലെ പറന്ന് നടന്ന് സെൽഫി എടുത്തുകൊണ്ടിരുന്ന എന്നെ ബാ പുഴയിലെ മീനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയവർക്ക് നമോഭാഗം. പോകുമ്പോഴേ നടക്കേണ്ടി വന്നുള്ളൂ. അയ്യോ, അത് വേണ്ടാത്തൊരു പണിയായിപ്പോ. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. ആഹാ, എന്തൊരർമാദം. കാല് വെച്ച് പാറതോറും അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. എന്തൊക്കെ ബഹളായിരുന്നു. ഇതിനിടയിലെ ചാരുശാപവും. തണുത്ത് വറച്ചിരിക്കുന്ന ചാരുവിനെ നോക്കി കൊഞ്ഞനം കുത്തേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എനിക്ക്. ദേ, അറഞ്ചം പൊറഞ്ചം എല്ലുകൾ പൊട്ടുന്നതിന് മുമ്പേയുള്ള ബ്ലഡി ലെഗ് ഷോ എനിക്കെപ്പോഴേ തോന്നി. ഇല്ല, തോന്നിയില്ല. തോന്നാൻ കുറച്ച് സമയം വേണ്ടി വന്നു. കാലന്റെ വിളിയാണിത്. ദേ, ഇതിന് ശേഷം എൻ്റെ കാല് പിന്നെ നിലം തൊട്ടിട്ടില്ല. മുന്നേ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ കണ്ട പടികളെല്ലാം പാവമിച്ചൻ ബാഹുബലിനെ പോലെ എന്നെ തോളിൽ കയറ്റി തിരിച്ചു കയറേണ്ടി വന്നു. അതിനിടയ്ക്ക് ചെറുതും വലുതുമായ തട്ടും മുട്ടലും ബോധം പോവലും കൊണ്ട് എൻ്റെ സംഘവും എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അട്ടേനെ പേടിച്ച് പാറപ്പുറത്ത് ചുമ്മാ നിൽക്കുമ്പോഴാണ് തിരിഞ്ഞിറങ്ങാൻ നോക്കിയത്. പിന്നെ ഒരു 10 മിനിറ്റ് ആകെ ബഹളം. കാല് വീർത്ത് വരാൻ തുടങ്ങി. പിന്നെ ആളായി, ബഹളായി, ആശുപത്രിയായി, മൊത്തത്തിൽ കളറായി. എല്ലിന് 3 പൊട്ടും, കൂടാതെ ലിഗമെന്റിന് ബോൺ ഗ്യാപ്പും. അവിടെ നിന്ന് ഇങ്ങോട്ട് നീണ്ട ബെഡ് യാത്ര. കഥ തീർന്നു. ടാറ്റാ.